വേറൊരു സിനിമ പറയുകയാണെങ്കിൽ നല്ല നിലാവുള്ള രാത്രി, ഭയങ്കര രസമായിരുന്നു ആ സിനിമയിൽ. അതിലൊരു കൊടൂര വില്ലൻ അല്ലേ, ചെമ്പവിനോദ്. കൊടൂര വില്ലൻ, പൈശാചികം വാക്കുകള് അല്ല, ആ സിനിമയില് ആപ്റ്റ് ആയിട്ടുള്ള വാക്കാ ഞാൻ പറഞ്ഞത്. അതിലെങ്ങനെ ആ വില്ലനിലെത്തും? എന്നെ ഒരു വില്ലൻ ആക്കരുത് പ്ലീസ്. അതല്ല, ആ വില്ലൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വില്ലനായിരുന്നു അത്. അതെ അതെ. അപ്പൊ അതിനെ കുറിച്ച് എന്താ ഒന്ന് പറയാ? നല്ല നിലാവുള്ള രാത്രി എനിക്ക് ഭയങ്കര എന്താ പറയാ, ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് കുറച്ച് ലെങ്തി ക്യാരക്ടർ കിട്ടുന്നത് നല്ല നിലാവുള്ള രാത്രിയാണ്. മർഫി ദേവസിയാണ് അതിൻ്റെ ഡയറക്ടർ. മർഫിയാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. അതിൽ ഫൈറ്റ് ആണെങ്കിലും കുറച്ചൊരു റോ ടൈപ്പ് പരിപാടിയായിരുന്നു. തിയേറ്റർ വാച്ച് പടം തന്നെയായിരുന്നു ശരിക്കും. അതിൻ്റെ ടെക്നിക്കലി ആണെങ്കിലും ഭയങ്കര രസമായിട്ട് വന്നൊരു പടമായിരുന്നു. ഈ മാർക്കോയൊക്കെ നമ്മൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കരമായിട്ട് വയലൻസ് ഉണ്ടെന്ന് പറയും, പക്ഷെ ആരും നല്ല നിലാവുള്ള രാത്രി കണ്ടില്ലെന്ന് രാത്രി. അതെ അതെ, നല്ല നിലാവുള്ള കുറച്ച് വയലൻസ് ആണ്, നല്ല വയലൻസ് ഉണ്ടായി. കാലൊക്കെ മുറിച്ച്, കൈയൊക്കെ മുറിച്ച്, രക്തമൊക്കെ ഇങ്ങനെ ഒഴുകി അങ്ങനെ ചെയ്യുന്നതാണ്. അതാ ഞാൻ പറഞ്ഞേ, അതുകൊണ്ടാണ് കൊടൂര വില്ലൻ. ആ സത്യം, മറ്റേ ആ നടന്റെ ഒന്നും കൈയില്ല പകുതി, അതിന് ചോര ഇങ്ങനെ ഒലിച്ചു. അത് പിന്നെ അജീഷ് നല്ല മുറിച്ച്, എന്നാലും അതിനുള്ളൊരു സീനാണല്ലോ. അതെ അതെ.